തൃശ്ശൂരിലെ വോട്ടുകളുടെയായിരുന്നു ഇടയ്ക്ക് നിറഞ്ഞു നിന്ന വാർത്ത. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇത് രഹസ്യരേഖകളൊക്കെ പുറത്തു വരുന്നു എന്ന് പറയുന്നല്ലോ. തൃശ്ശൂരിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇടതുപക്ഷവും സുനിൽകുമാർ ഇങ്ങനെ നിലവിളിക്കുന്ന എന്താണ്, വ്യാപകമായി ആ മണ്ഡലത്തിലില്ലാത്തവരെ വോട്ടർ പട്ടിക ചേർത്തു. അതെ. എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു. ശരിയാണ്, ഇത് സത്യമാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും വോട്ട് ചെയ്തിട്ടുണ്ട്, സഹോദരൻ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അതായത് BJPക്കാർ വ്യാപകമായി മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ ആക്ഷേപം. അതെ. അതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല. നമുക്ക് നമ്മളൊരിടത്ത് സ്ഥിരതാമസമാണെന്നുള്ള രേഖയുണ്ടെങ്കിൽ നമുക്ക് വോട്ടർ പട്ടിക വോട്ട് ചേർക്കാം. അതിന് വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ എല്ലാ പാർട്ടികളിലെയും ആളുകളുള്ളവരാണ് അല്ലേ, അവർക്ക് വേണമെങ്കിൽ BLAമാരും BLOമാരും ഉണ്ട്. ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാരും ഉണ്ട്. അതും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു താഴെത്തട്ടിലുള്ള സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്നത്. അവരെ വെച്ച് പരിശോധിപ്പിക്കാം, നമുക്ക് ആക്ഷേപം കൊടുക്കാം, മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തത് കൊണ്ടാണ് 76,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചു എന്നല്ലേ. ഞാനൊരു ബൂത്തിലെ കണക്ക് പറയാം. ബൂത്ത് നമ്പർ 86 ഇരിങ്ങാലക്കുടയിൽ, അതായത് തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ MLA ഉണ്ടല്ലോ, അതെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം മുകുന്ദപുരത്താണ്. മുകുന്ദപുരത്തെ 75 വോട്ടർമാർ, 75 വോട്ടർമാരുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല. സീരിയൽ നമ്പർ 1 മുഹമ്മദ് ജിബ്രിൽ, ഇലക്ഷൻ ID കാർഡ് നമ്പർ UAZ 1945-302. അതിൽ തുടങ്ങിയിട്ട് 271 സീരിയൽ നമ്പർ മുതൽ സൈഹുൽ അക്ബർ, മൊയ്തീൻ, മുഹമ്മദ് അലി, അബ്ദുൽ നസീർ, മുഹമ്മദ് യക്കൂബ്, ഷാഹുൽ ഹമീദ്, അബ്ദുൽ ജബ്ബാർ, താജുദ്ദീൻ, ഇങ്ങനെ പോയിട്ട് സീരിയൽ നമ്പർ അങ്ങ് പോവുകയാണ്. അത് ആദ്യം ഒരു 35 എണ്ണം, പിന്നെ അടുത്തത് സീരിയൽ നമ്പർ തുടങ്ങുന്നത് 70 വരെയുള്ള നമ്പറിൽ മുഹമ്മദ് തുടങ്ങി അഭിഷേക് റാഫിക് വരെ 70 പേര്, പിന്നെ ഒരു 5 പേര് 75 വരെ, 75 പേരുടെ പേരാണ്. അതിൽ വീർ മുഹമ്മദ്, ബാദുഷ, കോദർ, സിക്കന്ദർ, ഖാദർ ഒലിയാണ് 86-ാം ബൂത്തിലെ 75 പേരിലെ അവസാനത്തെ പേരുകാരൻ. ഇലക്ഷൻ ID കാർഡ് നമ്പർ MST 11-47-636. ഒന്നാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞു മുഹമ്മദ് ജിബ്രിൽ, ഇലക്ഷൻ ID നമ്പർ UAZ 19-45-302. 75 വോട്ടുകൾ. ആരാണ് ഇവർ? മുഴുവൻ ആരാണ്? ഒറ്റ ഹിന്ദു ഇല്ല, ഒറ്റ ക്രിസ്ത്യാനി ഇല്ല, മുഴുവൻ മുസ്ലിംസാണ്. ആരുടെ മണ്ഡലം? ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ്റെ മണ്ഡലം. തോമസ് ഉണ്ണിയാടൻ്റെ ബൂത്ത് 86-ൽ ഈ 75 വോട്ടർമാരുണ്ട്. അത് ആർക്കുള്ള വോട്ടായിരിക്കും? ഉറപ്പായിട്ട് UDFിനായിരിക്കും. സുരേഷ് ഗോപിക്കുള്ള വോട്ടറല്ലോ, അല്ല, മുസ്ലിംസാണ് അല്ലേ, മുസ്ലിം വോട്ടർമാർ. ഇവരുടെ വീട്ടുപേരെന്താണെന്നറിയോ? ഇല്ല. അതാണ് മാനുവൽ ലോഡ്ജ്, ഡേവിസ് ലോഡ്ജ്, കോയ ലോഡ്ജിങ് ഹൗസ്. ഈ 3 സ്ഥലത്ത് 3 ലോഡ്ജുകളിലായി 86-ാം ബൂത്തിൽ ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF MLAയുടെ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ ചേർത്തതാണ് 75 വോട്ടർമാർ. 75 മുസ്ലിങ്ങൾ. എവിടെ? അവരുടെ വീടെന്താ? നിങ്ങൾ പറഞ്ഞ 0 വീട്ട് നമ്പറുള്ള വീടുകളുണ്ടായി എന്നല്ലേ പറഞ്ഞത്, കള്ള വോട്ട് കാണിക്കാൻ. സുരേഷ് ഗോപി 0 വീട്ടിന്, അതിലേക്ക് ഞാൻ വരാം. 0 വീട്ട് നമ്പറുള്ള ഒരു വീടിൻ്റെ കഥ ഞാനിപ്പോൾ പറയാം, ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കോയ ലോഡ്ജ് വീടാണോ? അല്ല. ഡേവിസ് ലോഡ്ജ് വീടാണോ? മാനുവൽ ലോഡ്ജ് വീടാണോ? ലോഡ്ജിൽ താമസിക്കുന്നവരെ വോട്ടർമാരായി ചേർത്തു, മുഴുവൻ മുസ്ലിംസ്. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരാന്നറിയോ? എല്ലാ തമിഴ്നാട്ടുകാരാ. സുരേഷ് ഗോപി കൊണ്ടുവന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒറ്റ ബൂത്തിൽ, ഒരു ബൂത്തിലെ കാര്യമാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 100 കണക്കിന് ബൂത്തുകളുണ്ട്. അതിലെ ഒരു ബൂത്തിൽ മാത്രം 75 പേരെ കൊണ്ടുവന്ന് ചേർത്തു. ആരെങ്കിലും പറഞ്ഞോ? ഒരൊറ്റ മീഡിയ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെ 11 വോട്ടാണ് പറഞ്ഞത് അല്ലേ? ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു? ഇവരാരാണെന്നറിയോ? കാലാകാലങ്ങളിൽ വഴിവാണിഭം, ഉത്സവ കച്ചവടത്തിന് വരുന്നവർ, ആക്രി വെറുക്കുന്നവർ, ഇവരെയൊക്കെ ഈ ലോഡ്ജിൽ താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തു. ആരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മുഴുവൻ UDFിൻ്റെ മണ്ഡലത്തിലാണ്, തോമസ് ഉണ്ണിയാടൻ്റെ സ്വന്തം ബൂത്തിലാണ്
75 പേരും മുസ്ലിംസാണ്. സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തല്ലോ. അല്ലെന്ന് പറയാൻ എന്താ ഉറപ്പ്? എന്ന് ചോദിക്കാം. സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ നിന്ന് കുറേ മുസ്ലിംസിനെ വഴിപാടിവക്കാരെ കാശ് കൊടുത്തിട്ട് കൊണ്ടുവരാൻ സുരേഷ് ഗോപിയുടെ കാശുണ്ട്. പിന്നെ ബി ജെ പിക്കാണ് കോടാനുകോടിയുണ്ട്. പക്ഷേ ഇത് വോട്ടർ പട്ടിക വന്നപ്പോട്ടല്ലോ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വലിയ കരച്ചില്ല, സി പി ഐക്കാരും കാണണം. അപ്പോൾ ബി ജെ പിക്കാർ വോട്ടർ പട്ടികയുടെ കരടെടുത്ത് വെച്ച് പരിശോധിച്ചപ്പോൾ ഇത് കണ്ടുപിടിച്ച രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഇവരെ കേട്ടിട്ടില്ല ഈ ബൂത്തുകളിൽ. പിന്നെ ഇലക്ഷൻ നിയമപ്രകാരം ലോഡ്ജുകളിൽ താമസിക്കുന്നവരെ വോട്ടർ പട്ടിക ചേർക്കാൻ പറ്റില്ല. അയാളുടെ സ്വന്തം വാസസ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ വാടക ചീട്ടുണ്ടാവണം. ലോഡ്ജിൽ പലരും പോവും. അപ്പോൾ രണ്ട് നിയമവിരുദ്ധം. ഒന്ന് ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് സംഗമേശ്വരൻ്റെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ്. ഭരതൻ്റെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങളില്ലെന്നേ. അപ്പോൾ അവിടെ ബി ജെ പിക്കാരെന്ത് ചെയ്യുന്നറിയോ? അവർ പണിയെടുത്തു, അവരെ വോട്ടർ പട്ടിക എടുത്ത് നോക്കിയപ്പോൾ ഇരിങ്ങാലക്കുട ബൂത്ത് നമ്പർ 86 75 മുസ്ലിങ്ങൾ. ഇത് ഫേക്കാണെന്ന് അപ്പോഴേ മനസ്സിലായി. വീട്ടുപേര് നോക്കിയപ്പോൾ ലോഡ്ജ് 3 ലോഡ്ജ്. അവരെന്ത് ചെയ്യുന്നറിയോ? അവർ പരാതി കൊടുത്തു. 2024 മാർച്ച് 12 പരാതി കൊടുത്തു ജില്ലാ കളക്ടർ എന്ത് ചെയ്തു? ഉടൻ തന്നെ തഹസീൽദാർ ഉൾപ്പെടെ വിളിച്ചു. ബൂത്ത് 86 ആളുകളെ ഡയറക്ഷൻ കൊടുത്തു. ബൂത്ത് ലെവൽ ഓഫീസറായ രജിത, ബൂത്ത് ലെവൽ ഏജന്റുമായ സിജു KY, ബാബു KK, ശിവരാമൻ KC എന്നിവരെ വിളിച്ചു വരുത്തി വോട്ടർ പട്ടിക പരിശോധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ വോട്ടുകൾ നീക്കം ചെയ്തു. അപ്പോൾ ആരാണ് സിനു തൃശ്ശൂർ മണ്ഡലത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളെ വരെ വോട്ടർ പട്ടിക ചേർത്ത ആരാണ്? UDF ആയിരിക്കണം, അല്ലെങ്കിൽ LDF ആയിരിക്കണം, അല്ലേ? സുരേഷ് ഗോപി അല്ലല്ലോ. 75 മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ലോഡ്ജിൽ താമസിപ്പിച്ച് വോട്ടർ പട്ടിക ചേർത്ത്. അഡ്രസ് ലോഡ്ജ്. ഈ രേഖ ഇപ്പോഴും ലഭ്യമാണ്. അതിൻ്റെ പരാതി കൊടുത്തു, കളക്ടർ വിട്ടു. നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ? UDF സുരേഷ് ഗോപി ഇങ്ങനെ വ്യാപകമായി ചേർത്തപ്പോൾ നിങ്ങൾക്ക് വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ തന്നില്ലേ? നിങ്ങൾ പരിശോധിച്ചില്ലേ? നിങ്ങൾ ആക്ഷേപം കൊടുത്തില്ലേ? അപ്പം ചെയ്യേണ്ട പണി അപ്പം ചെയ്യണമായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യം മിണ്ടാതെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ സുരേഷ് ഗോപി വേറെ നാട്ടിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് ഇലക്ഷനിൽ ജയിച്ചു എന്നുള്ള കള്ളം പറയുന്നത്, വ്യാജം പറയുന്നത്. വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട്. ഒരു ബൂത്തിലെയാണ് പിടിച്ചത്. 1500 1800 1237 ബൂത്തുകളോ കൃത്യം കണക്കെൻ്റെ ഇല്ല. അത്രയും പറ്റും ബൂത്തുകൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. ഇതിൽ ഒരിടത്ത് ചേർത്തെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലത്ത് ചേർത്തിട്ടുണ്ടാവാം? ആരാപ്പോൾ പുറത്ത്? സുരേഷ് ഗോപി എന്തായാലും ജയിക്കും. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നാളെ ഇറക്കി വോട്ടർ പട്ടിക ചെയ്ത ആളുകളാണ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ പുരപ്പുറത്ത് കയറി നിന്നിട്ട് സുരേഷ് ഗോപി വോട്ട് കൊള്ള നടത്തി എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്, അവിടെ കരിയോയിൽ പ്രയോഗം നടത്തുന്നത്. ഇനി പലയിടത്തും വീട്ടുപേര് പൂജ്യം എന്നല്ലേ പറയുന്നത്? പൂജ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. പൂജ്യം വോട്ടർ പട്ടിക സുരേഷ് ഗോപി ചേർത്ത കള്ള വോട്ടുകളുടെ മേൽവിലാസമായിട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് ഞാൻ പറയും. നമ്മുടെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരെന്താ? ആർ ബിന്ദു എവിടെയാണ് താമസിക്കുന്നത് അറിയാമോ? തൃശ്ശൂരാണ്. ഇരിങ്ങാലക്കുടയിലാണ്. ആർ ബിന്ദുവിൻ്റെ സഹോദരിയുടെ പേര് ശാന്തകുമാരി. വോട്ടർ ID കാർഡ് നമ്പർ UAZ 0043919. അദ്ദേഹത്തിൻ്റെ ആർ ബിന്ദുവിൻ്റെ സഹോദരൻ മനോജ് രാധാകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്, എഴുത്തുകാരനാണ്, ദുബായിലാണ് ജോലി ചെയ്യുന്നത്. വളരെ മാന്യനായ ഒരാൾ. മനോജ് രാധാകൃഷ്ണൻ്റെ വോട്ടർ ID നമ്പർ UAZ 1934 ആർ ബിന്ദുവിൻ്റെ സഹോദരൻ ഗോപകുമാർ. ഇവരുടെയൊക്കെ വീട്ടുപേര് നമ്പ്യാർ വീട്ടിൽ നിന്നാണ് ഇവരുടെ നാട്ടിലെ വീട്ടുപേര്. പക്ഷേ ഈ ശാന്തകുമാരി രാധാകൃഷ്ണൻ്റെ വീട്ടു നമ്പർ എത്രയാണെന്നറിയാമോ? 0. നിങ്ങൾ പറയുന്നത് സുരേഷ് ഗോപി വ്യാജ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 0 നമ്പർ ഇട്ട് ആളെ ചേർത്തുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആർ ബിന്ദുവിൻ്റെ സഹോദരി ശാന്തകുമാരി, സഹോദരൻ മനോജ് കുമാർ 58 വയസ്സ്, ഗോപകുമാർ 57 വയസ്സ്. ഇവർക്ക് 3 പേരുടെയും വീട്ടു നമ്പർ 0 ആണ്. അത് മന്ത്രിയുടെ സഹോദരങ്ങൾ. ആധികാരികമായ രേഖ ഇലക്ഷൻ കമ്മീഷനിലെ ഫോട്ടോ ഉൾപ്പെടെയുള്ള അവരുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപിയാണ് 0 വെച്ച്
തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കണ്ടത് സുരേഷ് ഗോപി വ്യാജമായി ചേർത്ത വോട്ടർമാരാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ സഹോദരിയും സഹോദരന്മാരും വ്യാജ വോട്ടർമാരാണോ? സുനിൽകുമാർ മറുപടി പറയണം. ആർ ബിന്ദുവിൻ്റെ സഹോദരി ശാന്തകുമാരി, മനോജ് കുമാർ, ഗോപകുമാർ എന്നിവരുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്പ്യാരു വീട്ടിൽ എന്ന് പറയുന്ന വീടിൻ്റെ നമ്പർ 0 ഇവർ കള്ള വോട്ടർമാരായതുകൊണ്ടാണോ? പറയണ്ടേ? ഇനി ആർ ബിന്ദുവിൻ്റെ ബൂത്തിൽ വോട്ടെണ്ണിയപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും കിട്ടിയ വോട്ട് ഉണ്ടെന്നറിയണം. സുരേഷ് ഗോപിക്ക് 744 വോട്ട്, സുനിൽ കുമാറിന് 163 വോട്ട്, മുരളീധരന് 92 വോട്ട്. ഡിഫറൻസ് കൃത്യമാണല്ലോ. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചത് കള്ള വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ട്. വോട്ട് ചോരി നടന്ന് ബൂത്ത് നമ്പർ 86 നടന്നതുപോലെയുള്ള കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട അതൊരു ഉറപ്പുണ്ടല്ലോ. മുസ്ലിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യത്തില്ല. അതെ. അപ്പം വ്യാപകമായി തൃശ്ശൂർ മണ്ഡലത്തിൽ ഇങ്ങനെ വ്യാജ വോട്ടർമാരെ ചേർത്ത് വോട്ട് അട്ടിമറി ശ്രമം നടത്തിയത് ആരാണ്? ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF. പിന്നെ 0 വീട്ട് നമ്പർ ആണെങ്കിൽ ആർ ബിന്ദുവിൻ്റെ സഹോദരങ്ങളും കള്ള വോട്ടർമാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.